എന്താണ് കാഴ്സിനജൻസ്? ക്യാൻസറിന് കാരണമാകുന്ന എന്തിനേയും കാഴ്സിനജൻസ് എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം. ഇതിൽ സൂര്യപ്രകാശത്തിലുള്ള അൾട്രാ വയലറ്റ് കിരണങ്ങളുണ്ടാവാം, പുകയില, ആൽക്കഹോൾ, കൂടാതെ മറ്റ് നിത്യോപയോഗ സാധനങ്ങളിലുള്ള കെമിക്കൽസ്, ഇവയെല്ലാം ഈ കാഴ്സിനോജൻസ് എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നുണ്ട്. കൂടാതെ ചില ഇൻഫെക്ഷൻസ്, വൈറൽ ഇൻഫെക്ഷൻ, HPV എന്ന വൈറസ്, ഹെപ്പറ്റൈറ്റിസ് ബി എന്ന വൈറസ് തുടങ്ങിയവയും ക്യാൻസറിന് കാരണമാകുന്നതുകൊണ്ട് കാഴ്സിനോജൻസ് എന്ന കാറ്റഗറിയിൽ അവയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ കാഴ്സിനോജൻസ് ശരീരത്തിലെ കോശങ്ങളിലുള്ള DNA അഫക്റ്റ് ചെയ്യുന്നു. DNA-യിൽ വ്യതിയാനങ്ങൾ വരുത്തി അവയിൽ മ്യൂട്ടേഷൻസ് ഉണ്ടാകുന്നു. ഈ മ്യൂട്ടേഷൻസാണ് ക്യാൻസറിനുള്ള പ്രധാന കാരണമായി കണ്ടുവരുന്നത്. അപ്പോൾ കാഴ്സിനോജൻസ് അവോയ്ഡ് ചെയ്താൽ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കാം. എല്ലാവരിലും കാഴ്സിനോജൻസ് എക്സ്പോസ്ഡ് ആയിട്ടുള്ള എല്ലാവരിലും ക്യാൻസർ ഉണ്ടാവണമെന്നില്ല. എത്ര നാൾ കാഴ്സിനോജൻസുമായിട്ടുള്ള സമ്പർക്കമുണ്ട് എന്നതിനെ ആശ്രയിച്ചായിരിക്കും ക്യാൻസർ ഉണ്ടാകാനുള്ള റിസ്ക്. ഉദാഹരണത്തിന്, പുക വലിക്കുന്ന ഒരാളിൽ എത്ര സിഗരറ്റ് വലിക്കുന്നു, അല്ലെങ്കിൽ എത്രമാത്രം പുകയില ഉപയോഗിക്കുന്നു, അത് എത്ര വർഷത്തേക്ക് ഉപയോഗിക്കുന്നു, അതുപോലെ തന്നെ ആൽക്കഹോൾ ഉപയോഗിക്കുന്നവരിലും എത്ര ദീർഘകാലം ഉപയോഗിക്കുന്നവരിൽ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമുക്കറിയാവുന്ന കാഴ്സിനോജൻസിനെ മനസ്സിലാക്കി അവയുമായുള്ള സമ്പർക്കം കുറയ്ക്കുക. അതുവഴി ക്യാൻസർ ഉണ്ടാവുന്നത് തടയുവാൻ ഒരു പരിധി വരെ സാധിക്കും.